Hello guys, welcome back to my new vlog. So today Tuesday, ഇന്നലെ മൺഡേ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ, അനുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അവിടെ പാൻ കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് ചുമയുണ്ട്, അപ്പോൾ അതിൻ്റേതാണ് കേൾക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല, എന്നാലും ഞാൻ ഇടാം. ഓക്കെ, സോ ചോക്ലേറ്റ് പാൻ കേക്കാണ്, കണ്ടില്ലേ? സോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കൂടെ പോകണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് എനിക്കറിയില്ല, അത് കോസ്റ്റ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയുള്ളൂ. അവര് നോക്കുന്നത് വേണമെങ്കിൽ ചോദിച്ചു പറയാം. കോസ്റ്റ് ഞങ്ങൾക്ക് എന്താ 3 ലെവലിലാണ് ഞങ്ങൾ കോസ്റ്റിങ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിന് അവിടെ ഒരു 100 അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട്, ക്രിസ്മസ് മേള എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഡ്രസ്സുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ബെഡ് ഉണ്ട്, പ്ലാസ്റ്റിക് സംഭവങ്ങളുണ്ട്. ആൻഡ് എവറിത്തിങ് യു കെൻ സീ ഹിയർ. ഇവിടെ കുറേ ഹാൻഡ് ബാഗ്സുകളുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. യു കെൻ സീ ഹിയർ. ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ലഡ്ഡു ഉണ്ടാക്കാൻ, ബൂത്തി ഉണ്ടാക്കാനായിട്ട് സാധനം എടുത്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 200 സംതിങ് ആണ് പ്രൈസ്. ഇങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടെ. കുറേ ചെരുപ്പുകൾ അങ്ങനെയൊക്കെ കാണാം. കുറേ ബാഗ്സുകളുണ്ട്. അതൊരു ബെഡ് തപ്പിയിട്ട്, ഒരു ബെഡ് നിലത്ത് ഇടാനുള്ളൊരു ബെഡ് നോക്കിയിട്ട് ഞാൻ വന്നത്. അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കണം. ഞാൻ ചെരുപ്പല്ല, ഷൂ C9 ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണയക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡ് വാങ്ങിച്ചു, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോന്നു. പിന്നെന്താ വേറെ വിശേഷം? നല്ല ചൂടാണ്. ഇപ്പോൾ ഊണയക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. ഇന്ന് മകരസംക്രാന്തി ആയിരുന്നു. ടി വിയിൽ നമ്മൾ വിളക്ക് ഇങ്ങനെ കത്തുള്ള 3 പ്രാവശ്യം. സത്യം പറഞ്ഞാൽ പണ്ട് ഡാഡിയൊക്കെ ഉള്ള സമയത്ത്, കല്യാണത്തിനൊക്കെ മുന്നിട്ടാ, കല്യാണത്തിന് ശേഷം ഞാനിവിടെ കാണാറുണ്ട്, ഇല്ലയെന്നല്ല. അപ്പം ഇങ്ങനെ വിളക്ക് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ തെളിയുമല്ലോ. അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഇതിലാണ്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങുകയാണ്. അതുവരെ ഞാൻ കണ്ട് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നു. എന്നാലും ഒന്ന് ടി വി വെച്ച് നോക്കാമെന്ന് വെച്ചപ്പോൾ അത് തുടങ്ങാനുള്ള ആ ഒരു നട അടച്ച്, എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, എൻ്റെ പേര് പറയുന്നത്, ഇങ്ങനെ
ഒരു പാട്ടിട്ടല്ലോ, പാട്ടിന് എന്താ പറയുക, എനിക്കങ്ങനെ പേരൊന്നും കിട്ടില്ല. അപ്പം അത് കഴിയുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ വേഗം കൈയും കാലും ഒക്കെ കഴുകി വിളക്ക് കൊളുത്തി. അപ്പോഴേക്കും ഇത് തെളിഞ്ഞ് പിന്നെ വന്നു. അങ്ങനെ എല്ലാം അങ്ങനെ കാണാറുണ്ട്. എനിക്കത് നമ്മൾ ചെറുപ്പത്തിലെ ആ ഒരു ശീലിക്കുന്ന കാര്യങ്ങളാണല്ലോ. എനിക്കത് ഒരു വിശ്വാസം പോലെ നമുക്കൊരു ഒരു കുളിർമ വരും. എന്താ പറയുന്നത്, വേറൊരു പേര് ഗൂസ് ബംസ് വരും. അപ്പം അത് കണ്ടു. ഇനി ഭയങ്കര ബോറിങ്, എന്താണെന്നറിയില്ല, ഭയങ്കര ബോറിങ്ങാണ്. ചിലപ്പോൾ ഹോർലിക്സ് കുടിക്കാനായിട്ട് ചിലപ്പോൾ പുറത്ത് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ആൾക്കും ബോറടിക്കുന്നുണ്ട്, എനിക്കും ബോറടിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഒരു ഇതില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രാത്രി ഡ്രൈവ് പോവാണ്, ഹോർലിക്സ് കുടിക്കാൻ പോവാം. ഓക്കെ, നമ്മൾ അന്ന് വന്നത്. അതെ, അന്ന് വിളിക്കുക നമ്മൾ ക്രിസ്മസിന്റെ കണ്ടിട്ട് വന്നില്ലേ, അത് വിളിക്കുക. ഞാൻ ഷവർമ്മ തിരക്കവിടെ, ആൾക്കാർക്ക് വരാൻ പോലും നേരമില്ല. അത് അച്ഛന്റെ കടയിൽ അച്ഛന്റെ കടയെ അച്ഛന്റെ ഗ്രൂപ്പിന്റെ കടയായിരുന്നു. അപ്പോ ആ കടയത്തെ ആൾക്കാരിൽ അത്ര ആൾക്കാർ വരാറില്ല. അപ്പോ വേറെ ആൾ കൊടുത്തു, വേറെ ആള് സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാരും ഞങ്ങൾ ലാസ്റ്റ് വീനസിലേക്ക് വന്നു അല്ലേ. നീ ആരാ എന്നെ ഇതാക്കാനായിട്ട്? നീ ഇവിടെ വന്നപ്പോ അപ്പോഴേക്ക് 65 ആയി, അതായി, ഇതായി. അതെ, ഞാനൊരു ഓംലേറ്റ് പറഞ്ഞു. ഓംലേറ്റ് എന്റെയിലേക്കാണോ വേസ്റ്റ് ഇട്ടത്? ഓംലേറ്റ് ചുരുട്ടി കഴിച്ചു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ വീനസ് ചെയ്യുന്ന ഫുഡ് കഴിച്ചു. ദെൻ വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. ഇവനെവിടെ പോയാലും അതന്നെ പരിപാടി, വേറെ എവിടെയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ചായ കുടിക്കാൻ അങ്ങോട്ട് പോകണ്ടാവോ അച്ഛൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചായ കുടിക്കണം. അത് അവന്റെ ഫുഡിന്റെ രീതികൾ വ്യത്യാസം. ഇപ്പൊ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ അനുസരണം ഇല്ലാത്തൊരു ടൈപ്പ് ആയതുകൊണ്ടേ. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് പാൻ കേക്ക് കഴിച്ചിട്ട് വന്നാളാട്ടാ. എന്നിട്ടുണ്ട് ഇവിടെ നിന്ന് പൊറോട്ടയും ബീഫും കഴിക്കണേ. ഒരു പൊറോട്ട കഴിച്ചുള്ളൂ, പക്ഷെ അത് പകുതിയോളം. ഇനിയിപ്പോ ചായ കുടിക്കാൻ പോണ്ടാവോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. We can see next video. Bye bye. സോ ഗൈസ്, അപ്പം ഞങ്ങൾ അങ്ങനെ ഹോർലിക്സ് ഒക്കെ കുടിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ till then, bye bye. We can see in next video. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം എന്നുള്ളതൊക്കെ പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ പറയുക, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാമല്ലോ. സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.